അല്ല, കൊലവിളിയെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ വിഷയത്തെ പറ്റി കമന്റേ ചെയ്തില്ല. അതങ്ങ് ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. അത് അങ്ങയുടെ ഒരു പ്രസ്താവന. ദയവേത് ഈ വാർത്ത കൊടുക്കുമ്പോഴെങ്കിലും, ഈ വാർത്ത അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ വരുമ്പോഴെങ്കിലും അങ്ങയുടെ പരാമർശം എന്റെ പ്രസ്താവനയായി തിരികെ കയറ്റരുത്. അല്ല, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ജനങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ നിലപാടുകളിൽ. ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി ചോദിക്കുകയാണ് ഈ 3 വിഷയങ്ങൾ. തിരിച്ച് അങ്ങോട്ടുള്ള ചോദ്യം, മാധ്യമ സമ്മേളനം എന്നാണ് നമ്മൾ വിളിക്കുന്നത്, അല്ലാതെ ചോദ്യം നിങ്ങളും ഉത്തരം ഞാനും പറയുന്ന വ്യവസ്ഥയല്ല, മാധ്യമ സമ്മേളനമാണ്. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, SDP ഇല്ലാതെ UDF ഈ വിജയം സാധ്യമല്ലായിരുന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? അങ്ങയുടെ മൗനം, അങ്ങയുടെ സ്ഥാപനം തെറ്റുപറ്റി എന്ന് ഞാൻ സ്ഥാപിച്ചോട്ടെ? അല്ല, ആ ചോദ്യത്തിന് മറുപടി പറയും. അല്ല, അങ്ങയുടെ മാധ്യമ സ്ഥാപനം അത് പറഞ്ഞത് ശരിയല്ല എന്നങ്ങ് പറയുന്നുണ്ടോ? അപ്പൊ അത് ശരിയാണോ? ശരിയാണെങ്കിൽ അങ്ങ് സ്ഥാപിക്കൂ. എങ്ങനെ അതിന്റെ ഒരു കണക്ക് വെച്ചിട്ട് അങ്ങ് സ്ഥാപിക്കൂ? എല്ലാവരുടെ വോട്ട് വാങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ രൂപത്തിന്റെ വോട്ട് വാങ്ങി എന്നല്ലോ ഞാൻ പറഞ്ഞത്. പാലക്കാട് മതേതരമായി ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യന്മാരുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. രാഹുലിന് വേണ്ടി വിജയാഘോഷം നടത്തുന്നു, അതേപോലെ തന്നെ അവര് പ്രസ് മീറ്റ് വിളിച്ച് ഞങ്ങൾ ഇത്ര വോട്ട് കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്താ തെറ്റ്? ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ ശരിയാകുന്നത് അങ്ങെന്ന് പറയും. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുമ്പോൾ SDP വോട്ടില്ലാതെ ഈ വിജയം സാധ്യമല്ല എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ശരിയാകുന്നത്? അങ്ങ് ആ ഒരു പോയിന്റിനെ ന്യായീകരിക്കാൻ പറയുമ്പോഴെങ്കിലും യുക്തി വേണ്ടേ? അതെങ്ങനെയാ ശരിയാകുന്നത്? പാലക്കാട്ടെ ഈ ടൗൺ ഹാൾ ആണെങ്കിലും അതല്ലെങ്കിൽ സ്കൂൾ ഡിജിറ്റലൈസേഷൻ ആണെങ്കിലും ഈ വികസന പ്രശ്നങ്ങൾ 2021 തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ട് പരിഹരിക്കപ്പെട്ടു. അത് 20 തൊട്ട് 25 വരെ ഒരേ മുനിസിപ്പൽ ഭരണമായിരുന്നു എന്നുള്ളതാണ് ആ ബുദ്ധിമുട്ടിന്റെ ഒന്നാമത്തെ കാരണം. 25 കഴിയുമ്പോൾ ആ മുനിസിപ്പൽ ഭരണം മാറും. മോയിൻ സ്കൂൾ ഡിജിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ വളരെ കൃത്യമായ ഒരു ഗവൺമെന്റിന്റെ ഒരു അല്ല, ഞാൻ പറഞ്ഞല്ലോ അതിന് ഉറപ്പായിട്ടും ഞാനത് തുടക്കത്തിൽ അങ്ങ് കേൾക്കാഞ്ഞിട്ടാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമില്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. ഇനി ശരി, അത് കൂടാതെ നമ്മുടെ അനക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മാറ്റം വരുത്തണം.